ഇതിവിടെ നടക്കില്ല പ്രധാനമന്ത്രി മോദി. നിതീഷ് കുമാറിന്റെ വെല്ലുവിളി പാർലമെന്റ് മുഴുവൻ മുഴങ്ങിക്കെട്ടപ്പോൾ സർവകക്ഷി യോഗത്തിൽ നിന്ന് JDU MP-യുടെ ഇറങ്ങിപ്പോക്കാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാം തന്നിഷ്ടപ്രകാരം നടത്തി തീർപ്പു കൽപ്പിക്കാമെന്ന് മോദി കരുതുമ്പോൾ തന്നെയാണ് ഒരു കാല് വെച്ച JDU-വിന്റെ തോണി ദിശ മാറി സഞ്ചരിക്കാൻ തുഴയുന്നത്. ഇവിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ചർച്ചയ്ക്കിടുമ്പോൾ ഉടനടി നടപ്പിലാക്കേണ്ട എന്ന് തന്നെയാണ് JDU-വിന് ആകെ പറയാനുള്ളത്. JPC-ക്ക് വിട്ട ബില്ലിന്മേൽ കാര്യങ്ങൾ ഓരോന്നോരോന്നായി പുരോഗമിക്കുമ്പോൾ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് അവരുടെ സഖ്യകക്ഷിയായ JDU നൽകുന്നത്. ലാലു പ്രസാദ് യാദവ് നിതീഷിനായി ഇന്ത്യ മുന്നണിയിലേക്കുള്ള വാതിൽ തുറന്നിട്ട സമയത്ത് തന്നെ ഇത്തരത്തിലൊരു നീക്കം JDU-വിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ തിരക്കിട്ട ചർച്ചകളിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിപക്ഷ അംഗങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി വഖഫിന് അനുമതി JPC ചെയർമാൻ ജഗദാംബിക പാൽ നൽകിയിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അത്തരത്തിലൊരു നീക്കം ഈ വിഷയത്തിലും കേന്ദ്ര സർക്കാർ എടുത്താൽ തകർന്നു പോകുന്നത് ബീഹാറിൽ മാത്രം പച്ച പിടിച്ച് പന്തലിച്ച് നിൽക്കുന്ന JDU എന്ന പാർട്ടിയാണ്. ആ പാർട്ടി പിന്നെ ഇല്ലാതെയാവും, പിന്നീട് ചരിത്രത്തിൽ മാത്രം അവശേഷിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നിതീഷ് കുമാർ നല്ലതുപോലെ തലപുകഞ്ഞാലോചിച്ചിട്ട് കൂടിയാണ് ഇതിവിടെ നടക്കില്ല മോദി എന്ന് കട്ടായം പറഞ്ഞത്. അതുകൊണ്ട് നിതീഷ് കുമാർ ഈ കാര്യത്തിൽ ഒരു നിലപാട് മോദി അറിയിക്കുന്നുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ വിശദമായ ചർച്ച വേണമെന്നാണ് JDU-വിന്റെ നിലപാട്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് NDA ഘടക കക്ഷിയായ JDU ബിൽ തിരക്ക് പിടിച്ച് നടപ്പിലാക്കുന്നതിൽ എതിർപ്പറിയിച്ചത്. ബില്ലിൽ വിശദമായ ചർച്ച വേണമെന്ന് JDU കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രിമാരായ കിരൺ റിജ്ജു, JP നദ്ദ, അർജുൻ റാം മേഘ്വാൾ, L മുരുകൻ എന്നിവർ പങ്കെടുത്തു. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. നിലവിൽ ബിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിൽ തന്നെയാണ്. ബിൽ ധൃതി പിടിച്ച് നടപ്പിലാക്കരുതെന്ന് ഇവിടെ ആവശ്യപ്പെട്ടത് JDU-വിന്റെ MP ആയ സഞ്ജയ് കുമാർ ജായാണ്. കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ്, കൊടിക്കുന്നിൽ സുരേഷ്, ഗൗരവ് ഗൊഗോയ്, ഇടത് MP-മാരായ ജോൺ ബ്രിട്ടാസ്, P സന്തോഷ് കുമാർ, തൃണമൂൽ MP-മാരായ സുദീപ് ബന്ധോപാധ്യായ, ഡെറക് ഒബ്രിയൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ഈ ബിൽ മോദി എപ്പോൾ കൊണ്ടുവന്നോ അപ്പോൾ തൊട്ട് ഈ വിഷയത്തിൽ പ്രതിപക്ഷം കനത്ത എതിർപ്പ് അറിയിച്ച് രംഗത്ത് വന്നിരുന്നു. ഒടുക്കം ആ ബിൽ വോട്ടിനിട്ടപ്പോൾ ഭരണപക്ഷമായ കേന്ദ്ര സർക്കാരിനെ തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ JPC-യുടെ മേശപ്പുറത്തേക്ക് എത്തുന്നത്.